ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് തൊട്ട് മുന്നേ എടുത്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്, പാർട്ട് 2. അതായത് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പാർട്ട് 2. ഈ പാർട്ട് 2 എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ നോട്ട് കാണും. ഈ പാർട്ട് എപ്പോഴും നോക്കിക്കോ, അതിനകത്ത് നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും, പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം, നെഗറ്റീവ് സെൻറ്റൻസ് പറയാം. ഓക്കെ, അപ്പോൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ പണ്ട് നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റൂൾസ് ഒന്ന് പറയാമേ. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ നെഗറ്റീവ് റൂൾസാണ് ഈ എടുക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് IH. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നെഗറ്റീവിൻ്റെ റൂൾസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചോളൂ. അത് സംസാരിച്ച് അങ്ങനെ ആയിക്കൊള്ളത്. ഈ റൂൾസ് അറിയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ കാരണം നിങ്ങൾ നല്ലപോലെ പഠിക്കണം, അത് അതിന് വേണ്ടി എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ എക്സാമ്പിൾ പറയാമേ. ഞാൻ ഇന്നലെ വണ്ടി ഓടിക്കുകയായിരുന്നില്ല. ഐ വാസ് നോട്ട് ഡ്രൈവിംഗ്. ഐ വാസ് നോട്ട് കുക്കിംഗ്. ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നില്ല. ഐ വാസ് നോട്ട് ഗോയിങ്. ഞാൻ പോവുകയായിരുന്നില്ല. ഓക്കെ, അത് തൊട്ട് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച് പോവുകയായിരുന്നു, അതിന് കൂടെ ഇല്ലെന്ന് ചേർത്താൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നില്ല. ഞാൻ സിനിമ കാണുകയായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഐ വാസ് നോട്ട് വാച്ചിങ് മൂവി, ഐ വാസ് നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ, ഐ വാസ് നോട്ട് ഡ്രൈവിംഗ്. പിടി കാണുന്നത് മനസ്സിലാവുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വേർ എവിടെ വെക്കുന്നതാണ്. ഈ വേർ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയാം. ഈ ഐയുടെ പൊസിഷനിൽ, അതായത് സബ്ജക്റ്റ് ഐക്ക് പകരം സെക്കൻഡ് പേഴ്സൺ യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണും ഒന്നിൽ കൂടുതൽ പ്ലൂറൽസ് വരുന്ന സബ്ജക്റ്റും വരുവാണെങ്കിൽ നമ്മൾ ഈ വാസിന് വരെ വേർ വെക്കണം. അതായത് ഐ വാസ് ഗോയിങ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോവുകയായിരുന്നു. ഐ വാസ് നോട്ട് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നില്ല. പക്ഷേ ദേ വേർ ഗോയിങ്, അവർ പോവുകയായിരുന്നു. ദേ വേർ നോട്ട് ഗോയിങ്, വാസ് പറയാൻ പറ്റില്ല. അപ്പോൾ ദേ വേർ നോട്ട് ഗോയിങ്, ദേ വേർ നോട്ട് കമ്മിങ്, യു വേർ നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ, യു വേർ നോട്ട് കുക്കിംഗ്, യു വേർ നോട്ട് കമ്മിങ് ഹിയർ, യു വേർ നോട്ട് ടേക്കിംഗ് ക്ലാസ്, and they were attending class, they were not attending class, negative. ഓക്കെ, വാസ് വേർ കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർത്താൽ മതി, അപ്പോൾ ഇല്ലെന്നായിക്കോളും. അത് തൊട്ട് മുന്നത്തെ എന്താണ് നമ്മൾ മുന്നേ പഠിച്ച വീഡിയോ ഉള്ളത്, അതിൻ്റെ കൂടെ നോട്ടൊക്കെ ചേർത്താൽ മതി, ഇല്ലെന്ന് ചേർത്താൽ കഴിഞ്ഞാൽ ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ സെൻറ്റൻസ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ എടുക്കുന്ന വീഡിയോയുടെ ഈ തമ്പനയിൽ കണ്ടു കാണും ഒരു ബാക്ക്ഗ്രൗണ്ട്, റെഡ് ബാക്ക്ഗ്രൗണ്ട്, പവറുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ വീഡിയോ നമ്മൾ തറവായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് വെരി സിമ്പിൾ. നിങ്ങളത് ഇംഗ്ലീഷ് അത് കിങ് ആയിരിക്കും, അതിനൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പറഞ്ഞത് ഈ ബേസ് നല്ലപോലെ സ്ട്രോങ് ആയി പഠിക്കണം എന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇത് പലരും എടുക്കാറില്ല. അത് എടുക്കാതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തലവേദന, അതുകൊണ്ട് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല. പക്ഷേ ഇത് വേണം. ഇതിൻ്റെ ഇംഗ്ലീഷ് ബേസ് ഇല്ലാതെ നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ കണക്കിൻ്റെ ടേബിൾ ഇല്ലാതെ കണക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പാസ്റ്റ് എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് നെഗറ്റീവ് സെൻറ്റൻസ് എന്താണ്. ഞാൻ ഒന്നുകൂടി പറയുമ്പോൾ ഫൈനായിട്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പോവുകയായിരുന്നു. ഐ വാസ് ഗോയിങ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് ഐ വാസ് നോട്ട് ഗോയിങ്, ഞാൻ പോവുകയായിരുന്നില്ല. ഷീ വാസ് നോട്ട് ഗോയിങ്, അവൾ പോവുകയായിരുന്നില്ല. ദേ വേർ നോട്ട് ഗോയിങ്, അവർ പോവുകയായിരുന്നില്ല. ടീച്ചേഴ്സ് വേർ നോട്ട് ടേക്കിംഗ് ക്ലാസ്, അവർ ക്ലാസ് എടുക്കുകയായിരുന്നില്ല. ഓക്കെ, പിടിയിട്ട് മനസ്സിലാവുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കാതെ തന്നെ, എല്ലാ ദിവസവും വീഡിയോ കാണാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ബേസ് ഇതിനകത്തുണ്ട്. ഈ ബേസ് ഇതും പിന്നെ ഇതിനകത്തും. ഈ ബേസ് എല്ലാം നല്ലപോലെ പഠിച്ചതിന് ശേഷം, അതായത് വീഡിയോ ഒത്തിരി നിങ്ങൾക്ക് ബേസോടെ കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ വീഡിയോ നോക്കി പഠിച്ചാലും മതി. കാരണം എപ്പോഴെപ്പോഴും നിങ്ങൾക്ക് വീഡിയോ നോക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രിൻ്റ് നോട്ട് കൊടുക്കുന്നത്. ഓക്കെ, പ്രിൻ്റ് നോട്ട്സിനെ കുറിച്ച് വാങ്ങിക്കാനും കാണുവാനും ഉണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ നമ്പർ ലിങ്ക് കൊടുത്തിട്ട് വാങ്ങിക്കാനും കാണാനുള്ളൂ. ഓക്കെ, എമൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഇപ്പോൾ പറയാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 8 വർഷം മുന്നേറ്റ വീഡിയോയിൽ എനിക്കൊരു ഇപ്പോഴും വരുന്നുണ്ട്, പഴയ റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പുതിയ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പഴയതും അല്ലാതെ. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോമൺ ആയിട്ടുള്ളതാണ്. പല സ്ഥലത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ പോയിട്ടും 100% ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനും എഴുതുവാനും സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി, ബിസിനസ്, പ്രമോഷൻ, ഇൻ്റർവ്യൂ, മറ്റ് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ വിളിക്കുക പവർ ഓൺ എഡ്യൂക്കേഷൻ, ചിങ്ങവനം, കോട്ടയം ഓൺലൈൻ. ഫോൺ 8089778899. ലൊക്കേഷൻ കാണുവാൻ ഗൂഗിൾ സെർച്ച് പവർ ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പുതിയ വീഡിയോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് എടുത്ത് തരുന്നതാണ്. എന്തായാലും എടുക്കുന്നതാണ്. ഇനി സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.